ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടുള്ളൊരു ലഡ്ഡു, അതായത് നമുക്ക് ഡേറ്റ്സ് ലഡ്ഡു എന്നൊക്കെ പറയാം. ഞാനിവിടെ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്ത് ലഡ്ഡു ഉണ്ടാക്കി കഴിച്ചാൽ സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനലിലും അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ടൊരു ലഡ്ഡു ആക്കി ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് ടേസ്റ്റ് നൈറ്റ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ളൊരു ലഡ്ഡുവാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച്, പിന്നെ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് കാഷ്യൂ നട്ട്സ്, പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ ബദാം എടുത്തിട്ടുണ്ട്, ഒരു 10-12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വറുത്താണ് ചേർക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഇതെടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡ്ഡുവിന് വേണ്ടത്. ഇതിനകത്ത് നിങ്ങൾക്ക് പിസ്ത ആഡ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ലഡ്ഡു ഉണ്ടാക്കാം. അപ്പം ഇതിനായിട്ട് നമുക്ക് ഈ ഡേറ്റ്സ് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഡേറ്റ്സ് നന്നായിട്ട് അതിനകത്ത് അരച്ചെടുക്കണം. അതിന് ഞാൻ 5 ഏലക്ക പൊളിച്ചതിട്ട് ബാക്കി ഡേറ്റ്സും കൂടെ ഇതിനകത്തോട്ട് ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ഈന്തപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പാൻ വെക്കാം. പാൻ വെച്ച് ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി നെയ്യ് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് എല്ലാം വറുത്ത് പ്രിപ്പയർ ചെയ്യാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ ബദാം ഇടുവാണ്. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ടു. മുന്തിരിങ്ങ നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതൊന്ന് വറുത്തതിന് ശേഷമേ മുന്തിരിങ്ങ ആഡ് ചെയ്യാവുള്ളൂ. ഞാനിവിടെ ഏലക്കായുടെ പൊടി സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നില്ല. ഈന്തപ്പഴം അരച്ചതിൻ്റെ കൂടെ ഞാൻ അത് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോഴാണ് അതിന് പ്രോപ്പർ ടേസ്റ്റ് വരത്തുള്ളൂ. നെയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് വരമ്പ് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നമ്മൾ ലഡ്ഡു പ്രിപ്പയർ ചെയ്യാൻ ഉരുട്ടിയെടുക്കാൻ നേരമേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാവുള്ളൂ. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷമേ ലഡ്ഡു നമ്മൾ ഉരുട്ടിയെടുക്കാവുള്ളൂ. ഇത് കുക്ക് ചെയ്തിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരുമാതിരി റെഡിയായി വരുന്നു. ഇതിവിടെ നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഒന്ന് മൂക്കാനുണ്ട്.
റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ്. അത് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക തീയ്. അപ്പം ഇത് നന്നായി ഈന്തപ്പഴം കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇത് ആറാൻ വെക്കണം. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇത് ലഡുവിൻ്റെ ഷേപ്പിൽ ബോൾ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. വളരെ 10 മിനിറ്റ് മതി ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഉണ്ടാക്കാൻ. എന്നാൽ വളരെ റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഗസ്റ്റിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് സ്കൂളിൽ ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്യാം, സ്കൂളിലൊക്കെ കൊടുത്ത് വിടാം. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ ചെറിയതായിട്ട് ആറിയിട്ടുണ്ട്. ഉള്ളിലായിട്ട് ചൂടാവാൻ നിൽക്കേണ്ട, ചെറിയൊരു ചൂടോടെ ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. നമുക്ക് ഇതിനകത്തൊരു ചേഞ്ചിന് വേണ്ടി ഇച്ചിരി മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ലതായിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈന്തപ്പഴവും നട്ട്സും എല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഈന്തപ്പഴം ലഡു കഴിക്കണമെന്ന് ആഗ്രഹം ഓടി പോയി കടയിൽ നിന്ന് വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങിക്കാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ ബോൾസായിട്ട് നമുക്ക് ഒറ്റ മാറ്റാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴം ലഡു എന്നും പറയാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ളൊരു ലഡുവാണ്, വളരെ പ്രോട്ടീനാണ്, നട്ട്സ് എല്ലാം ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നല്ല നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം തീർച്ചയായും ട്രൈ ചെയ്യുക. നിങ്ങൾ എൻ്റെ റെസിപ്പീസിനൊക്കെ കമൻറ്റ്സ് അയയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് ടേസ്റ്റ് മെയ്ഡ്.